കർഷക മനസ്സുകളിൽ ഗൃഹാതുര സ്മരണകൾ ഉണർത്തി വീണ്ടുമൊരു തിരുവാതിര ഞാറ്റുവേല. കൂവപ്പടി ഉന്നതിയിലെ ദേവു ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് പച്ചപുതച്ച നെൽവയലുകൾ. പ്രായം തളർത്താത്ത വീര്യവുമായി ഇപ്പോഴും കൃഷിപ്പണികളിൽ വ്യാപൃതയായി ജീവിക്കുന്ന ഈ 77കാരി തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ കൃഷിയോർമ്മകൾ പങ്കുവയ്ക്കുന്നു. കർഷക മനസ്സുകളിൽ പ്രത്യാശയുടെ വിത്ത് പാകിക്കൊണ്ട് വീണ്ടും ഒരു തിരുവാതിര ഞാറ്റുവേലക്കാലം വരവായി. പക്ഷേ മെയ് ജൂൺ മാസങ്ങളുടെ സന്ധ്യകളിൽ പെയ്തിറങ്ങുന്ന തണുത്ത മഴത്തുള്ളികൾ ഇന്ന് മണ്ണിൽ വീഴുന്നത് പച്ചപുതച്ച നെൽപ്പാടങ്ങളിലേക്കല്ല, പകരം കരിങ്കൽ മതിലുകളും കോൺക്രീറ്റ് സൗധങ്ങളും വിഴുങ്ങിയ തരിശുഭൂമികളിലേക്കാണ്. എങ്ങും കാണാനാകുന്നത് നെൽകൃഷി നിന്നുപോയതോടെ പൂർണ്ണമായി കാടുകയറിയ ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ. നെൽകൃഷി നിലച്ച പാടശേഖരങ്ങളുടെ ശൂന്യത അനുഭവിക്കുന്ന അപൂർവം കൃഷിക്കാരെയെങ്കിലും ഇന്നും നാട്ടിൻപുറങ്ങളിൽ കാണാം. കൂവപ്പടി പഞ്ചായത്തിലെ 21-ാം വാർഡ് മദ്രാസ് കവല ഉന്നതിയിൽ നരിമറ്റത്തിൽ ദേവു 7 വയസ്സിൽ കൃഷിപ്പണിക്കിറങ്ങിയതാണ്. ഞാറുനടലിൽ ഒരു കാലത്ത് നാട്ടിലെ വേഗമേറിയ താരമായിരുന്നു ദേവു. ഇപ്പോൾ വയസ്സ് 77 പ്രായം തളർത്താത്ത വീര്യവുമായി ഇപ്പോഴും കൃഷിപ്പണികളിൽ വ്യാപൃതയായി ജീവിക്കുന്ന അവരുടെ ഉള്ളിൽ തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ കൃഷിയോർമ്മകൾ ഇപ്പോഴുമുണ്ട്. 10ഉം 15ഉം പേരടങ്ങുന്ന സംഘമായി ഞാറുനടാൻ ഇറങ്ങിയിരുന്ന കാലത്തെ മനസ്സിന്റെ സന്തോഷം ഓർത്തെടുക്കുകയാണ് ദേവു. 7 വയസ്സിൽ തുടങ്ങി ഞാൻ കൃഷിപ്പണി ഒറിജിനലായിട്ട് എടുക്കുന്നതാണ്. ഇവിടെ തന്നെ കൂപ്പിടിക്ക് കല്യാണം കഴിച്ച് എൻ്റെ വീട് താന്നിപ്പടിക്കാണ്. അപ്പം അതിന് ശേഷം ഈ കൃഷിപ്പണിയാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടുകളിലും ഞങ്ങൾ ജോലി ചെയ്യുന്നത് വീട്ടുകളിൽ ഇങ്ങനെ ഞാറ് നടാനും പറിക്കാനും പുല്ല് കള എടുക്കാനൊക്കെ. അപ്പം അതിന് ചവറ് ചാണം എല്ലുപൊടി ഉള്ള വളങ്ങളൊക്കെ ചെയ്ത് ഞാറ് നടാൻ പോണു. ഞാറ് നട്ട് ചിലപ്പോൾ 8 ആളോ 9 ആളൊക്കെ ഉണ്ടാവും. ഒരു പറിക്ക് നിലത്ത് ഒരു പെണ്ണാണ് നടണത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ പാടത്ത് കൃഷിപ്പണി ഇല്ലാതായതോടെ മറ്റു കൂലിപ്പണികൾക്കും തൊഴിലുറപ്പ് ജോലികൾക്കും പോയിട്ടാണ് നിത്യവൃത്തി കഴിയുന്നത്. പശു വളർത്തലുള്ള വീടുകളിലേക്ക് പാടത്തു നിന്നും പുല്ലറുത്ത് കൊണ്ടുപോയി കൊടുക്കും. ഒരു കാലത്ത് വിത്തുപാകലും ഞാറുപറിക്കലും നടിയിലും കൊയ്ത്തുമൊക്കെയായി സജീവമായിരുന്ന ഗ്രാമങ്ങളിലെ പാടശേഖരങ്ങൾ ഇന്ന് വെറും ഓർമ്മ ചിത്രങ്ങൾ മാത്രമാണ്. കർഷകന്റെ വിയർപ്പ് വീണ് പൊന്നുവിളഞ്ഞിരുന്ന നിലങ്ങൾ ഇന്ന് പലയിടത്തും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കൈകളിലാണ്. ബാക്കി വന്ന പാടങ്ങളാകട്ടെ കാടുമൂടിക്കിടക്കുന്നു. ഇവിടങ്ങളെല്ലാം വിഷസർപ്പങ്ങളുടെയും മലമ്പാമ്പുകളുടെയും ആവാസ കേന്ദ്രമായി. തിരുവാതിര ഞാറ്റുവേല ഇന്നിപ്പോൾ ദേവു ചേച്ചിയെപ്പോലെ ചിലരുടെ ഉള്ളിൽ മാത്രം. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഞാറ്റുവേലകളുടെ താളം തെറ്റിച്ചിരിക്കുന്നു. മഴയുടെ അളവ് കുറഞ്ഞതിനൊപ്പം കൃഷിയോടുള്ള പുതിയ തലമുറയുടെ വിമുഖതയും ചെലവ് വർദ്ധിച്ചതും നെൽപ്പാടങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി. ഇങ്ങനെ പഴയ ഇത്തിരി വേറെ എടുത്ത് ഇത്തിരി നല്ല അടിക്കാൻ തന്നെ അത് കൊണ്ടുപോയാണ് ഞങ്ങൾ പിന്നെ കഞ്ഞി വെച്ച് കുടിക്കണത്. അങ്ങനെ അവരെ ഇപ്പം ഇതൊന്നുമില്ല. അങ്ങനെ അവരെ പഴയ ഇതാണ് പുറത്തുത്തിയൊക്കെയാണ് കഞ്ഞിയൊക്കെ വെച്ച് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതായി ഇപ്പം പുതിയ വിത്തുകളായിപ്പോൾ അങ്ങനെ എത്തിക്കണ്ടപ്പൻ സോനാടൻ അങ്ങനെ പല വിത്തുകളും ഉണ്ട്. ഇപ്പോൾ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കൃഷിപ്പണി ഇല്ലാണ്ടായിട്ട്. അപ്പം അതിന് ശേഷം ഞങ്ങളിങ്ങനെ കൂലിപ്പണിക്ക് പോയാണ് ജീവിക്കുന്നത്. അന്നൊക്കെ കൂലി കുറവായി. അവിടെ 2 നാഴി നെല്ല് 3 നാഴി നെല്ല് നല്ലോണം തന്നെ ഞങ്ങൾക്ക് പണിസ്ഥലത്തുനിന്ന് അത് കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ഇപ്പോൾ കാശ് കിട്ടി അവിടെ പോയി അങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കണുള്ളൂ. അതാണ് ഞാൻ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത്രയും പ്രായമായി ഇപ്പോൾ നടാൻ എനിക്കിപ്പോഴും താല്പര്യമുണ്ട് നടാൻ പോകണമെന്ന്. ഇത്രയും പ്രായമായെങ്കിലും നടിയിൽ മെയിനാവണം. ഞാൻ എവിടെയും പോകും, എല്ലാ സ്ഥലത്തും പോയി നടും. ഇവിടെ സാറിനാണെങ്കിലും ഞാൻ ഇവിടെ വന്ന കാലം തന്നെ ഇവിടെ നടന്നത്. എല്ലാ കാര്യത്തിലും എന്നെ വിളിച്ചാൽ ഞാൻ അപ്പോൾ വരും. ഇപ്പോഴാണെങ്കിലും ഭക്ഷണം അവിടെ തന്ന് എല്ലാവരും ഭക്ഷണമൊന്നും തരില്ല, ഇച്ചിരി കഞ്ഞിയൊക്കെ തരുള്ളൂ. എന്നാലും ഇവിടെ വന്ന് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് അത് നട്ട് കയറിപ്പോയേക്കണതാണ്. ഇങ്ങനെ കൃഷി വലിയ മെയിനായിട്ട് എടുക്കണ ആളെ സാറ് പറഞ്ഞ് ഞാൻ ചെന്ന് അതിൽ സ്വീകരിച്ചു, പൊന്നാട അണിയിച്ചു, ഫോട്ടോ തന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവാദനം കൊണ്ട് ഇവിടെ ഐമുറി അമ്പലത്തിലെ നന്ദീഷിൻ്റെ പൂജയ്ക്ക് ആണ് ചെയ്തത്. നെൽകൃഷി ഇല്ലാതായതോടെ ഭൂഗർഭ ജലനിരപ്പ് താഴുകയും തോടുകളും കിണറുകളും വറ്റി വരളുകയും ചെയ്തു. എങ്കിലും കാർഷിക സംസ്കൃതിയുടെ ആ പഴയ നല്ല നാളുകളെ നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രത്യാശയെങ്കിലും ബാക്കിയാകട്ടെ. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.